എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കിടക സ്പെഷ്യലാണ്. മുടി സംരക്ഷണത്തിനും അകാലനര വരാതിരിക്കാനും നമ്മുടെ ശരീരം ബലപ്പെടാനും എല്ലുകൾക്കും പല്ലുകൾക്കൊക്കെ നല്ല ആരോഗ്യം കിട്ടാനും രക്തക്കുറവുള്ളവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാത്തിനും എന്തുകൊണ്ടും ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമാണ്. നമ്മൾ 1-2 സ്പൂൺ ഉലുവ തലേന്നേ കുതിർത്ത് വെക്കുക. മിക്സിയുടെ ജാറ് നല്ല പോലെ അതിനെ അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയുടെ 2ാം പാലാണ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നേരെ അടപ്പത്ത് വെച്ചിട്ട് ഇതിനെ നമ്മൾ നല്ലപോലെ കുറുക്കിയെടുക്കുക. ഉലുവ എന്ന് പറയുന്നത് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് അല്ലേ. അത് ഒരുപാട് നമുക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കഴിച്ചാൽ അത് എന്നത്തേനും നമുക്ക് ആരോഗ്യപ്രദമാണ്. ഇതിലേക്ക് നമ്മൾ ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലപോലെ വെന്ത് വന്ന് കഴിയുമ്പോഴത്തേന് അവസാനം നമ്മൾ 1ാം പാൽ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ഉലുവ വെച്ചിട്ടുള്ള ഉലുവ പാൽ റെഡിയാണ് കേട്ടോ. ഉലുവ എന്ന് വെച്ചാൽ ഒരു കയ്പ്പ് രുചിയാണ് നമുക്ക് തരുന്നതെന്നാണ് നമുക്ക് സാധാരണ നമ്മൾ കറിക്കൊക്കെ ചേർക്കുമ്പോൾ അമിതമായിട്ട് കൂടിക്കഴിഞ്ഞാൽ കയ്പ്പാണ്. പക്ഷേ ഇതുപോലുള്ള ഉലുവാപ്പാൽ തയ്യാറാക്കുകയാണെങ്കിൽ യാതൊരു വിധമായ കയ്പ്പുമില്ല. കുഞ്ഞു കുട്ടികളാണെങ്കിൽ നല്ല ടേസ്റ്റോട് കൂടി കഴിക്കും. ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. വളരെ സിമ്പിളാണ് എന്നാൽ നല്ല പവർഫുള്ളായിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. ഇനി നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന എള്ളാണ് കേട്ടോ. എള്ള് എന്ന് പറയുമ്പോൾ കറുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ. അതിനത് ഉണക്കി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കാൻ സമയമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ കുറച്ച് എള്ളെടുത്ത് നല്ലപോലെ കഴുകിയിട്ട് അഴുക്കുണ്ട് കേട്ടോ. നല്ലപോലെ കഴുകി അരിപ്പയിൽ വെച്ച് ആ വെള്ളമൊക്കെ വാർന്നിട്ട് നേരെ നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താലും മതി. നമുക്ക് സമയമുള്ളവരാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നല്ലപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക കേട്ടോ. ഉണക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു റെസിപ്പി തയ്യാറാക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കതങ്ങ് എടുത്തിട്ടാൽ മതിയല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഈ കഴുകി പിന്നെ അത് ഉണക്കിയെടുക്കാനൊക്കെ കുറച്ച് സമയം എടുക്കുന്നൊരു കാര്യമാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു വെള്ളമൊക്കെ വലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കടുക് പൊട്ടുന്ന പോലെ ഇങ്ങനെ പൊട്ടിക്കിട്ടും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് രീതി. പരുവമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെറിയൊരു മണവും വരും. കടുകൊക്കെ പൊട്ടുന്ന പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നല്ല പോലെ കണ്ടോ, അതൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കുറേ കാര്യങ്ങൾ വറുത്തെടുക്കാനുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ, ഇപ്പം മിക്ക വീടുകളിൽ എള്ള് കാണും. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന 2 കർക്കിടക റെസിപ്പികളാണ് കേട്ടോ. കർക്കിടകത്തിന് മാത്രമല്ല ഏത് സമയത്തും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അത്രയേറെ ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ. അത് നമ്മൾ നേരെ വറന്ന് വന്നിട്ടുള്ള എള്ള്, കറുത്തുള്ള വെള്ള എള്ളും എടുക്കാവുന്നതാണ്. അന്നേരം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള നാടൻ കറിവേപ്പിലയാണ്. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതല്ല. നാടൻ കറിവേപ്പില കിട്ടുവാണെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ലത്. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിന് അത്രയേറെ നല്ല രീതിയിൽ കഴുകിയെടുക്കും. ഒന്നുകിൽ വിനാഗിരിയിലോ ഉപ്പിലോ മഞ്ഞപ്പൊടിയിലൊക്കെ നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ്. അന്നേരം കുറച്ചേറെ എടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് കണക്കൊന്നും ഞാൻ ഇതിന് പറയുന്നില്ല കേട്ടോ. ഇതുപോലെ കറിവേപ്പില നല്ലപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരു തുണി വെച്ചിട്ട് തുടച്ചതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പകരം. ഇത് കുറച്ച് സമയം എടുക്കും, ഗ്യാസ് നഷ്ടം വരും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കുന്നൊരു വീഡിയോ ആണ്. എന്നാൽ ഭയങ്കര ഹെൽത്തിയും പവർഫുള്ളുമായിട്ടുള്ള റിസൾട്ട് നമുക്ക് തരുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മുടി ആരോഗ്യം പ്ലസ് സൗന്ദര്യം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇന്നത്തെ നമ്മുടെ 2 റെസിപ്പികൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അന്നേരം എപ്പോഴും വീട്ടിലുള്ള ചേരുവകളാണ് നമ്മളിതിൽ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിനെ നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. തീ കൂട്ടിയിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഒരു കറിവേപ്പിലയുടെ പച്ച ആ ഒരു കളറും മാറാനും പാടില്ല. അതുപോലെ തന്നെ അത് കരിഞ്ഞു പോകാനും പാടില്ല. ആ രീതിയിൽ വേണം ഇത് നമ്മൾ വറുത്തെടുക്കാനും വേണ്ടി. നമ്മൾ വറുത്ത് കഴിയുമ്പം ഇത് നമ്മൾ കൈകൊണ്ട് എടുക്കുമ്പം തന്നെ നല്ല പോലെ പൗഡർ രീതിയിൽ പൊടിഞ്ഞ് കിട്ടണം. അതാണ് ഈ ഒരു കറിവേപ്പിലയുടെ യഥാർത്ഥ ഒരു വറവിൻ്റെ രീതി എന്ന് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് ഇന്ന് ഒരു ദിവസത്തേനല്ല ഇത് തയ്യാറാക്കുന്നത്. കുറേയേറെ ദിവസത്തിന് വേണ്ടിയുള്ള ഒരു കിടില റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മൾ ഉലുവാപ്പാലെന്ന് വെച്ചാൽ അന്നേരം നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഒരു രീതിയിൽ ഒരാളുടെ അല്ലെങ്കിൽ 1.5 ആളുടെ അളവാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതായത് ഇത് നല്ല പോലെ വറന്നു വന്നിട്ടുണ്ട്. കണ്ടത് നമ്മൾ കൈ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ പൗഡർ രീതിയിലോട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഇതിനെ നമുക്ക് നേരെ മാറ്റാം. ഇനി നമ്മൾ കുറച്ചും കൂടെ വറുത്ത് കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ആ ഒരു ഫ്ലേവർ പോവും. നമുക്കത് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. അന്നേരം നമ്മൾ കറുത്തെള്ള് വറുത്തെടുത്തു, പിന്നെ കറിവേപ്പില വറുത്തെടുത്തു. നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുകയാണെങ്കിൽ, വെയിലുള്ള സമയമാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി, പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ തേങ്ങ ചിരകിയതാണ് എടുക്കുന്നത്. നമ്മളെടുക്കുന്ന ഓരോ ചേരുവയും നമുക്ക് അത്രയേറെ ഗുണകരമാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പിയിൽ എടുത്തിരിക്കുന്നത്. എല്ലാ വീഡിയോയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഈ തേങ്ങ വറുത്തെടുക്കുക എന്ന് പറയുമ്പം നമ്മളിപ്പോൾ അന്നേരത്തേന് വേണ്ടിയാണെങ്കിൽ തേങ്ങ വറക്കണം എന്നില്ല. ഇത് നമ്മൾ ജസ്റ്റ് ആ ഒരു നനവുണ്ടല്ലോ,
തേങ്ങ തിരുമ്മുമ്പോൾ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ നനവുണ്ടല്ലോ അതൊന്ന് ഡ്രൈ ആയി കിട്ടണം കേട്ടോ. അന്നേരം ഇത് നമ്മൾ തയ്യാറാക്കി ഒട്ടും വെള്ളം നനവില്ല. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ ചെരുവയ്ക്കും ഒട്ടും തന്നെ വെള്ളം നനവ് ഇടാൻ പാടില്ല. അതുപോലെ നമ്മൾ സൂക്ഷിക്കുന്ന പാത്രത്തിലാണെങ്കിൽ പോലും ഒട്ടും വെള്ളം നനവ് പാടില്ല, പെട്ടെന്ന് പന്നലായിപ്പോവും. അതുകൊണ്ടാണ് കേട്ടോ. അതായത് നമ്മൾ ആ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു എണ്ണയൊക്കെ മാറി ഡ്രൈ ആയി വരുമ്പോൾ ഒരുപാട് മൂത്ത് നമ്മൾ സാധാരണ തേങ്ങ വറുത്തരയ്ക്കുന്ന രീതിയിലോട്ട് പോകരുത്. ഞാൻ കാണിക്കുന്നുണ്ടത് ചെറിയ തീയിലിട്ട് ഒന്ന് ഡ്രൈ ആയി വരണം. ഇതുപോലെ നമ്മൾ തേങ്ങ വറുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് തോരനോ ഒക്കെ ഫ്രീസറിലോ ഫ്രിഡ്ജിലോ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ തേങ്ങ ഇരിക്കുകയും ചെയ്യും. തോരനോ തേങ്ങ അരച്ച കറികൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. തേങ്ങ ചിരുകി എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. അതൊരു ടിപ്പാണ്. അതാണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് എടുക്കാം. ഇത്ര മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പം നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റാവുന്നതാണ്. അതിൻ്റെ ഒരു കറക്റ്റ് പച്ച തേങ്ങയുടെ അതേ ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. തേങ്ങ കേടായി പോകത്തുമില്ല. ഇതുപോലെ നമുക്ക് സൂക്ഷിച്ചും വെക്കാം. ഇതിപ്പോൾ നമ്മുടെ റെസിപ്പിക്ക് വേണ്ടി ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി കേട്ടോ. അതൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു തേങ്ങയുടെ എന്നാൽ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ആ ഒരു നമ്മൾ തൊടുമ്പോൾ നനവില്ലാത്ത രീതിയിൽ. പിന്നെ ഞാനിപ്പോൾ എൻ്റെ കുറച്ച് കപ്പലുണ്ട് അല്ലെങ്കിൽ നിലക്കടലേ ഉള്ളൂ. ഇപ്പോൾ ഇഷ്ടമുള്ള ഏത് നട്ട്സും ചേർക്കാവുന്നതാണ്. നമുക്കെപ്പോഴും സുലഭമായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഒരു ചെരുവിയാണ് കപ്പലണ്ടി. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ, അതെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഏത് നട്ട്, വാൽനട്ടോ ക്യാഷ്യൂസോ എന്ത് വേണം, ബദാമോ എന്ത് വേണമെങ്കിലും തന്നെ ഇതെല്ലാം തന്നെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒന്നിനൊന്ന് മികവുറ്റതാണ്. എന്നും നമുക്ക് ഇത് ഓരോന്നോരോന്നെടുത്ത് കഴിക്കാൻ പാടാണ്. ഇതുപോലൊരു കാര്യം ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൽ ഒരെണ്ണം എടുത്ത് കഴിച്ചാൽ മതി, നമുക്ക് ഒരു ദിവസത്തേനുള്ള എനർജി ഫുള്ള് അതിനകത്ത് കാണും. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ ഇങ്ങനത്തുള്ള കാര്യം, പ്രത്യേകിച്ച് ആരോഗ്യത്തെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ആ ഒരു വർഷം മുഴുവൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല സൗന്ദര്യത്തോടു കൂടിയും നമുക്കങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇനി നമ്മൾ മിക്സിയുടെ ചെറിയ ജാറാണ്. അപ്പോൾ അത് ചെറിയ ജാറിലേക്കുള്ള കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളെടുക്കുന്ന ഒന്നിലും തന്നെ ഒട്ടും തന്നെ വെള്ളം നനവ് പാടില്ല കേട്ടോ. നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. ചെറിയ ജാറിൽ നല്ലപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കുക. നമ്മൾ തുണി വെച്ച് ഉണക്കിയാൽ അത് കറക്റ്റായിട്ട് ആ ഒരു വെള്ളം നനവ് പോകണമെന്നില്ല. വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയിട്ട് ഇതുപോലെ നമ്മൾ വെക്കുക. നമ്മൾ കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ കറുത്ത എള്ളോ വെള്ള എള്ളോ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ തേങ്ങ ചിരകിയത്. ഇപ്പോൾ ഇത് ഇത്രയും തന്നെ നമ്മൾ സാധാരണയായിട്ട് PCOD ഉള്ളവർക്ക് ഏറ്റവും ഗുണകരമാണ്. ഏത് അസുഖക്കാർക്കും കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കൊളസ്ട്രോൾ ഉള്ളവർക്കും എല്ലാം തന്നെ. പിന്നെ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ, മുടി കറക്കുന്നതിന് എല്ലാത്തിനും നമ്മളെടുക്കുന്ന ചേരുവകൾ എല്ലാത്തിനും ഒന്നിനൊന്ന് മികവുറ്റതാണ് കേട്ടോ. അന്നേരം ഇത് ഒരു ദിവസം കൊണ്ട് കഴിക്കാനല്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തതായിട്ടുള്ള കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ചേരുവകൾ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പൊടിച്ച് അങ്ങ് ഒരുപാട് അരഞ്ഞു പോകണം. ഇതുപോലൊന്ന് പൗഡർ ഇതിലോട്ടൊന്നും പോകണം. ഇതുപോലൊന്ന് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. നമ്മളിപ്പം ചേർക്കാൻ പോകുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് കരിപ്പൊട്ടി ചേർക്കാം, അല്ലെങ്കിൽ ശർക്കര ചേർക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടും പപ്പാതി വെച്ച് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം തന്നെ ഗുണകരമാണ്. ഇപ്പം ഷുഗർ ഉള്ളവരെ സംബന്ധിച്ചോളം ശർക്കര ഞാൻ ഉപയോഗിക്കണമെന്ന് പറയുന്നില്ല. ഇതിങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളിങ്ങനെ തന്നെ കഴിച്ചോളൂ. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കഴിക്കുന്ന ആണെങ്കിൽ ഈ ഒരു ടേസ്റ്റ് കഴിക്കുക. ഇപ്പം ഞാൻ ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട്. ശർക്കരയും കൂടെ ചേർത്ത് നല്ലപോലെ, ഒന്നുകിൽ നിങ്ങൾക്കിത് ശർക്കര പാനിയാക്കി പൊടിക്കാതെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു രീതി പറയുന്നേ ഉള്ളൂ. ഇതിനെ നമുക്ക് ഏത് രീതിയിലും ഉപയോഗിക്കാം കേട്ടോ. ഏത് രീതിയിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് നല്ല ഇതുപോലെ ഉണ്ട പോലെ ആക്കി എടുക്കാൻ പറ്റും. ശർക്കര പാവ് കാച്ചുവാണെങ്കിൽ കുറച്ചും കൂടെ ഹാർഡായിട്ടിരിക്കും. ഇതിപ്പോൾ നമ്മൾ കൈ കൊണ്ട് എടുക്കുമ്പോൾ അതിനകത്ത് പൊടി രീതിയിലോട്ട് പോവുകയും ചെയ്യും, ഉണ്ട പോലെ നമുക്ക് ആക്കി എടുക്കുകയും ചെയ്യാം. ഇതൊരു പൗഡർ രീതിയിലോട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അന്നേരം വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ഹെൽത്തി ആയിട്ട് കുറഞ്ഞ ചേരുവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കൂടുതൽ ഗുണകരവുമാണ്. ഏറ്റവും മുതൽ ഇസഡ് വരെയുള്ള കാര്യങ്ങൾ, PCOD ഉള്ളവർക്ക്, ഷുഗർ ഉള്ളവർക്ക് ഞാൻ പറഞ്ഞ ശർക്കര ഒഴിവാക്കി നിങ്ങൾക്ക് ചെയ്യാം. കരിപ്പൊട്ടി ചേർക്കണമെങ്കിൽ ചേർക്കാം. പിന്നെ പനങ്കൽക്കട്ടോ പഞ്ചസാര നമ്മൾ പറയണില്ല കേട്ടോ. ഇപ്പോൾ ശർക്കര ചേർക്കുമ്പം നമുക്ക് അത്ര ഗുണകരമാണ്. ശർക്കരയ്ക്കകത്തുള്ള ഗുണങ്ങൾ, കരിപ്പൊട്ടിയുടെ ഗുണങ്ങൾ നമുക്ക് കിട്ടും. ഇത് നമ്മൾ മൊത്തം കൂടെ ഒരു ദിവസം കഴിക്കണമെന്ന് പറയണില്ല, ദിവസം ഒരെണ്ണം
അല്ലെങ്കിൽ ആഴ്ചയിലൊരു 3 അത് ഒന്നിക്കൊന്നിരാടം ദിവസവും ഒരെണ്ണം വെച്ചോ നമ്മൾ കഴിക്കാവുന്നതാണ്. ഇതൊരു മരുന്നായിട്ട് പോലും നമുക്ക് തോന്നില്ല. നമ്മൾ സാധാരണ ഒരു സ്നാക്ക് കഴിക്കുന്ന പോലെ ഒരു മധുരം കഴിക്കാൻ ആഗ്രഹമുള്ള സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഇന്നത്തെ 2 കാര്യങ്ങളും പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഉലുവാപ്പാൽ കുടിക്കുന്ന സമയത്ത് നമുക്ക് കയ്പോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ വരില്ല. നല്ല ടേസ്റ്റാണ്. ഇതിലൊക്കെ മധുരം വേണമെങ്കിൽ ഒഴിവാക്കാം. ആ ഒരു മധുരം നമുക്ക് അത് ഏതാണോ നമ്മുടെ ഇഷ്ടം അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. കർക്കിടക മാസത്തിൽ ഉപകാരപ്രദമാകുന്നൊരു കാര്യമാണ്. പിന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം അനാർക്കലിയുടെ ഹെയർ ഓയിലാണ്. മുടി സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ പാക്കും ഓയിലൊക്കെ പരിചയപ്പെടുത്തുമ്പം ഇതൊക്കെ ചെയ്യാൻ ജോലിക്ക് പോകുന്നവർക്ക് ബുദ്ധിമുട്ട് കാണും. വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിൽ പോലും ഇതെല്ലാ ചേരുവകളും കൂടെ നമുക്ക് ഒത്തിണങ്ങി ചെയ്യാൻ പാടാണ് കേട്ടോ. അന്നേരം നമ്മൾ ഇതുപോലൊരു ഓയിൽ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകും. നല്ല ഉറക്കം കിട്ടാൻ, അകാലനരം മാറാൻ, താരൻ ചൊറിച്ചിൽ, ഏത് പ്രായക്കാർക്കും മുടി വളരാനും ഏറ്റവും അത്യുത്തമമായിട്ടുള്ള കുറേയേറെ ചേരുവകൾ നമ്മൾ അഞ്ചനക്കല്ല്, ഗന്ധവാല, അതുപോലെ തന്നെ ബ്രഹ്മി, കറിവേപ്പില, അങ്ങനെ തുടങ്ങി മൈലാഞ്ചി, നീലാംബരി, നാടൻ നെല്ലിക്കയിലെ ശുദ്ധമായിട്ടുള്ള ആട്ടുവെളിച്ചെണ്ണയിൽ നമ്മൾ തയ്യാറാക്കുന്ന നമ്മുടെ അനാർക്കലി ഹെയർ ഓയിലാണിത് കേട്ടോ. അന്നേരം ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ മുടി സംരക്ഷണത്തിന് ഏറ്റവും അത്യുത്തമമാണ്. ഇപ്പം മെഡിസിൻ എടുക്കുന്നവരാണെങ്കിൽ പോലും ഹീമോ ചെയ്യുന്നവർക്കാണെങ്കിൽ പോലും നല്ലൊരു മാറ്റം സൃഷ്ടിക്കാൻ നമ്മുടെ ഈ ഒരു ഓയിലിന് സാധിക്കും. യാതൊരുവിധമായ കെമിക്കൽസും ഇല്ലാത്ത ഓയിലാണ് നമ്മുടേത് കേട്ടോ. കരിവാളിപ്പും കറുത്ത പാടൊക്കെ മാറി ഫുൾ ബോഡി വൈറ്റനിങ്ങിന് ആഗ്രഹിക്കുന്നവർക്കായിട്ട് നമ്മൾ അനാർക്കലി ഫെയർനെസ് ഓയിലും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പപ്പായ, ശുദ്ധമായിട്ടുള്ള തേങ്ങാപ്പാൽ, അവക്കാഡോ, ബദാം, പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന ശുദ്ധമായിട്ടുള്ള മഞ്ഞൾ, പിന്നെ കുങ്കുമപ്പൂവൊക്കെ ഒരുപാട് ചേരുവകൾ ചേർത്ത് തയ്യാറാക്കുന്ന ഫെയർനെസ് ഓയിൽ ഏതുതരം പാടുകളൊക്കെ മാറി സ്കിന്നിൻ്റെ നല്ല കളർ വരാൻ ഏറ്റവും അത്യുത്തമമാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുതേ. എല്ലാവർക്കും നന്ദി.